നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. KTUവിൽ സിസ തോമസ്, ഡിജിറ്റലിൽ സജി ഗോപിനാഥ്. ഇഷ്ടക്കാർക്കായി സർക്കാർ ഗവർണർ ഒത്തുതീർപ്പ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനമല്ല, താൽപര്യക്കാരെ നിയമിക്കണമെന്ന നിർബന്ധമാണ് വിഷയം വഷളാകാൻ കാരണമെന്ന് ഇതോടെ വ്യക്തം. എന്തായാലും പോരവസാനിച്ചതോടെ മാസങ്ങൾ നീണ്ട നാടകത്തിന് തിരശ്ശീല വീണു. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ. വ്യാപാരം, ഊർജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചേക്കും. എത്യോപ്യയുമായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് എത്യോപ്യൻ സന്ദർശനത്തിനിടെ മോദി. വിസ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും സൗദിയും. നയതന്ത്ര ഔദ്യോഗിക യാത്രകൾക്ക് ഇനി വീസ വേണ്ട. പുതിയ തൊഴിലുറപ്പ് പദ്ധതി വികസിത ഗ്രാമത്തിന് വേണ്ടിയെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ഗ്രാമവികസനം രാമന്റെ ആഗ്രഹമെന്ന് BJP. വികസിത ഭാരതമല്ല, വഞ്ചിക്കപ്പെടുന്ന ഭാരതമെന്ന് പ്രതിപക്ഷം. ബില്ലിൽ ചർച്ച തുടരുന്നു. വോട്ടെടുപ്പ് നാളെ. ആണവോർജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. പാരഡിയിൽ കേസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM-നെതിരെയുള്ള പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്ന് CPM. സ്വർണം കവർന്നതിലല്ല, പാരഡി പാടിയതിലാണ് CPM-ന് വേദനയെന്ന് VD സതീശൻ. ഗാനത്തിനെതിരെ തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. സമവായത്തിന് പിന്നാലെ KTU VC-ആയി സിസ തോമസ് ചുമതലയേറ്റു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിസ തോമസ്. കേരള സർവകലാശാലയിലും സമവായം. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിനെ ശാസ്താംകോട്ട DB കോളേജിലേക്ക് സ്ഥലം മാറ്റി. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമെന്ന് ഉത്തരവിൽ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ റിമാൻഡിൽ. SIT അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ. 4-ാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതിയിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ അന്വേഷണം. മസാല ബോണ്ടിലെ ED നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ. ഫമ ചട്ടലംഘനം നടന്നിട്ടില്ലെന്നും നോട്ടീസ് റദ്ദാക്കണമെന്നും ഹർജിയിൽ. ED നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും മുഖ്യമന്ത്രി. നോട്ടീസിൽ തുടർ നടപടി തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ED. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിനായുള്ള തുടർ നടപടി ഉടൻ പൂർത്തിയാക്കാൻ സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് നടി. 2-ാം പ്രതി മാർട്ടിൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ നീക്കം ചെയ്യണമെന്ന ആവശ്യം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4-ാം T20 മത്സരം മൂടൽ മഞ്ഞ് മൂലം ഉപേക്ഷിച്ചു. 5-ാം T20 മറ്റന്നാൾ അഹമ്മദാബാദിൽ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 5 ചിത്രങ്ങളുടെ അനുമതി നിഷേധിച്ചത് വിദേശകാര്യ മന്ത്രാലയം. നടപടി സിനിമ നിർമ്മിച്ച രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കണക്കിലെടുത്ത്. അനുമതിയില്ലാതെ പ്രദർശിപ്പിച്ചാൽ ഉത്തരവാദിത്വം ഏൽക്കണമെന്ന് മുന്നറിയിപ്പ്. സ്റ്റോറി ഓഫ് ദി ഡേ. പുറപ്പെട്ടോളൂ, തണുപ്പ് റെഡി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തി. ജോർദാൻ, എത്യോപ്യ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഒമാനിലെത്തിയത്. വ്യാപാരം, ഊർജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായുണ്ടാകും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നും സൂചനകളുണ്ട്.
ജോർദാൻ എത്യോപ്യ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ എത്തിയത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സായിദ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഒമാൻ നയതന്ത്ര സഹകരണത്തിന്റെ 70ാം വാർഷികം കൂടിയാണ് ഇപ്പോൾ. ഊർജ്ജം, സുരക്ഷ, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച അവസാനവട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദിയുടെ 2ാമത് ഒമാൻ സന്ദർശനമാണ് ഇത്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും എത്യോപ്യയും എല്ലാ കാലവും മികച്ച ബന്ധമാണ് പുലർത്തിയിട്ടുള്ളതെന്നും എത്യോപ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2011 ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് വൻ വരവേൽപ്പായിരുന്നു. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത മോദിയെ പാർലമെന്റ് അംഗങ്ങൾ ഏറെ ആദരവോടെ കേട്ടിരുന്നു. എത്യോപ്യ സിംഹങ്ങളുടെ നാടാണെന്നും തന്റെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് ഇന്ത്യയിലെ സിംഹങ്ങളുടെയും ആവാസ കേന്ദ്രമായതിനാൽ തനിക്കിവിടം വീട്ടിലെത്തിയതുപോലെയാണ് തോന്നുന്നത് എന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ വന്ദേ മാതരവും എത്യോപ്യയുടെ ദേശീയ ഗാനവും നമ്മുടെ ഭൂമിയെ മാതാവ് എന്നാണ് പരാമർശിക്കുന്നത്. പൈതൃകം, സംസ്കാരം, സൗന്ദര്യം എന്നിവയിൽ അഭിമാനിക്കാനും മാതൃരാജ്യത്തെ സംരക്ഷിക്കാനും അവ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യ നാഷണൽ സോങ് വന്ദേ മാതരം and the Ethiopian national anthem both refer to our land as the mother. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് എത്യോപ്യയ്ക്ക് 4 ദശലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്യാൻ സാധിച്ചത് ഇന്ത്യയുടെ അഭിമാനകരമായ നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എത്യോപ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നുവെന്നും മോദി പറഞ്ഞു. It was India's proud privilege to supply Ethiopia with over 4 million vaccine doses. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി വിപുലമായ ചർച്ചകളും നരേന്ദ്രമോദി നടത്തി. ഇന്ത്യ എത്യോപ്യ ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. 2011 ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുകയാണ് ഇന്ത്യയും സൗദിയും. നയതന്ത്ര ഔദ്യോഗിക യാത്രകൾക്ക് ഇനി വീസ വേണ്ട. ഇരു രാജ്യങ്ങളും വിസ കരാറിൽ ഒപ്പുവെച്ചു. റിയാദിൽ വെച്ച് അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാനും സൗദി പ്രോട്ടോകോൾക്കാരൻ ഡെപ്യൂട്ടി മന്ത്രി അബ്ദുൾ മജീദ് ബിൻ റാഷിദ് അൽസ്മരിയുമാണ് ഒപ്പുവെച്ചത്. ഇന്ത്യ സൗദി അറേബ്യ തന്ത്രപരമായ പങ്കാളിത്ത കൗൺസിലിന് കീഴിലുള്ള ഔദ്യോഗിക യാത്രകൾ സുഗമമാക്കുകയും ഉഭയകക്ഷി വിനിമയങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കരാർ. VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച നടക്കുകയാണ്. വികസിത ഗ്രാമത്തിനു വേണ്ടിയുള്ള ബില്ലാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതാണ് ബില്ല്. ഇത് കേവലം തൊഴിലിനു വേണ്ടി മാത്രമുള്ളതല്ലെന്നും ദാരിദ്ര്യമുക്ത വികസിത ഗ്രാമമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപക്ഷം കൃഷിക്കാരെ എതിർക്കുന്ന സംഘമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് കോൺഗ്രസ് അംഗം ജയപ്രകാശ് പറഞ്ഞു. കൃഷിക്കാരെയും സാധാരണക്കാരെയും എതിർക്കാൻ വേണ്ടിയാണ് ഈ നിയമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാമരാജ്യത്തിന് വേണ്ടി തന്നെയാണ് ബില്ലെന്നും രാമരാജ്യം വേണമെന്ന് ഗ്രാമങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും BJPയുടെ ബ്രിജ്മോഹൻ അഗർവാൾ സനാതനധർമ്മത്തിന്റെ ഭാഗമായും ഹിന്ദുത്വത്തിന്റെ ഭാഗമായും പേര് നൽകിയതിനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. माननीय अध्यक्ष महोदय, मैं तो विस्तार से चर्चा करूंगा. ये बिल विकसित भारत के लिए विकसित गांव के निर्माण का बिल है, जिसमें 100 दिन जो रोजगार की गारंटी थी वो बढ़ा के 125 दिन कर दी गई है. हम रोजगार भी देंगे और 100 से बढ़ा के 125 दिन, लेकिन केवल रोजगार नहीं.
വികസിത ഭാരതമല്ല വഞ്ചിക്കപ്പെടുന്ന ഭാരതമാണെന്ന് കനിമൊഴി MP. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമെതിരായി കൊണ്ടുവരുന്ന ബില്ലിനെ ശക്തമായി എതിർക്കുന്നുവെന്ന് അവർ പറഞ്ഞു. കൊണ്ടുവരുന്ന ബില്ലുകളുടെ പേരുകൾ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ ആകുന്നു. ദക്ഷിണേന്ത്യൻ പേരുകൾ ബില്ലുകളിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്നും അവർ പറഞ്ഞു. The Supreme Court of India in 1985 said, "The right to life includes the right to live with human dignity and all that goes along with it." Amartya Sen, during a discussion on Narega, said the social security arrangements like employment guarantees are crucial in protecting people from extreme deprivation. രാജ്യത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെയും ധനകാര്യ പരിമിതികളെയും പൂർണ്ണമായും അവഗണിക്കുന്ന അപകടകരമായ ബില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് ഭരണഘടനാപരമായ മാറ്റമല്ല, ആശയപരമായ ആക്രമണമാണെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള ആളുകളെ ESIയുടെ ഭാഗമാക്കണമെന്ന ആവശ്യം പോലും അംഗീകരിച്ചിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ ചൂണ്ടിക്കാട്ടി. ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെയും ധനകാര്യ പരിമിതികളെയും പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു അപകടകരമായ നീക്കമാണ് ഈ മാറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശക്തമായി ഈ മാറ്റത്തെ എതിർക്കുകയാണ് സർ. പുതിയ തൊഴിലുറപ്പ് ബില്ലായ VBG റാംജി ബിൽ ലോക്സഭയിൽ പരിഗണിക്കുകയാണ്. തൊഴിലാളി വിരുദ്ധ ബില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നമ്മൾ കേട്ടുകഴിഞ്ഞു. ബില്ലിൽ എതിർപ്പുമായി തൃണമൂലും SP-യും DMK-യും ഒക്കെ രംഗത്ത് വന്നു. അധികാര കേന്ദ്രീകരണ ബില്ലെന്നാണ് പാർട്ടികളുടെ എല്ലാം തന്നെ വിമർശനം. ബില്ലിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, 10 മണി വരെ വിശദമായ ചർച്ച നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും ബില്ല് ലോക്സഭ പരിഗണിക്കുകയാണോ? നമുക്കറിയാം, മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നാളെയാണ് വോട്ടെടുപ്പ്. എന്തൊക്കെയാണ്? ഇവിടെ ഈ ബില്ലിന്മേൽ ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മധുരയിൽ നിന്നുള്ള CPM-ന്റെ MP S. വെങ്കടേശനാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മധുരയിൽ നിന്ന് പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് ബില്ലിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബില്ല് ഒരു പേരുമാറ്റം മാത്രമായി കാണുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത് ആശയങ്ങളുടെ മേലുള്ള ആക്രമണം എന്നുള്ളതാണ് പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത്. അതേസമയം തന്നെ രാമരാജ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. അതിലേക്കുള്ള യാത്രയാണ്. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഉദ്ദേശം. അതിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഭരണപക്ഷം മറുപടിയായി പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, ഇതിൻ്റെ അകത്ത് ഈ പേരിനേക്കാൾ അപ്പുറത്തുള്ള അപകടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ കാണുന്ന അപകടമെന്ന് പറയുന്നത്, തങ്ങളുടെ മേൽ കൂടുതൽ ഭാരം വരും എന്നുള്ളത് തന്നെയാണ്. അതായത് നേരത്തെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണ ചെലവ്, അതിന്റെ വേതന വിഹിതം എല്ലാം തന്നെ വഹിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാർ ആയിരുന്നു. അതിന് മാറ്റം വരികയാണ്. 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു സംസ്ഥാനത്ത് 10,000 കോടി രൂപയുടെ കാര്യങ്ങൾ, തൊഴിൽ അധിഷ്ഠിത സംവിധാനങ്ങളെല്ലാം തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് വരുമ്പോൾ സാധാരണഗതിയിൽ അതിന്റെ തൊഴിലുൽപ്പന്നങ്ങളുടെയും ഒപ്പം തന്നെ വേതനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 9,250 കോടി രൂപ കേന്ദ്ര സർക്കാർ വഹിക്കുകയും 750 കോടി രൂപ മാത്രം സംസ്ഥാനം വഹിക്കുകയും ചെയ്തിരുന്ന മട്ടിൽ അത് 4,000 കോടി രൂപയായി സംസ്ഥാനത്തിന്റെ വിഹിതം മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് വലിയ അധിക ബാധ്യതയിലേക്ക് വരും. ചെറിയ സംസ്ഥാനങ്ങളെ, കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ അധിക ബാധ്യതയിലേക്ക് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്നാണ് ഈ വിമർശനം കൂടുതലായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചർച്ചയ്ക്ക് നേരത്തെ തന്നെ സർക്കാർ തയ്യാറാണെന്ന് വ്യക്തമാക്കിയതാണ്. ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതായത് നാളെ ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം സർക്കാർ എടുത്തുവെന്ന് വരുത്തി തീർക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് ആ നീക്കം. പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേൾക്കുക, അതിനൊപ്പം തന്നെ ഭരണപക്ഷം ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, MP-മാരൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ അവരൊക്കെ തന്നെ പ്രധാനമായി പറഞ്ഞത് ഇത് വലിയ കടന്നുകയറ്റമാണ് എന്നുള്ളതാണ്. അതായത് ഈ ബില്ലിന്റെ അകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആശയങ്ങളുടെ മേലുള്ള ആക്രമണമാണ്. അതുകൊണ്ട് അതായത് ഈ ഒരു ബില്ല് കൊണ്ട് മാത്രം മഹാത്മാഗാന്ധിയുടെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ BJP-ക്ക് ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്നുള്ള
എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഇതിനു മുൻപും പലതരത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ ആക്രമണങ്ങളെല്ലാം തന്നെ മറികടന്നാണ് ഗാന്ധിജിയുടെ യശസ് ഇങ്ങനെ നിൽക്കുന്നത്. അത് പഠിക്കണം BJP എന്നുള്ളതാണ് പ്രതിപക്ഷം കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത്. കരിമൊഴിയും അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയും അടക്കം വലിയ വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. പശ്ചിമ ബംഗാളിലടക്കം തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിൽക്കുന്നു. ഇപ്പോൾ 100 ദിനങ്ങൾ തൊഴിൽ ദിനങ്ങളിൽ നിന്ന് അത് 125 മാറ്റുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി 65 മുതൽ 70 ദിനങ്ങൾ മാത്രമാണ് തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ഒരു രാജ്യത്താണ് 100-ൽ നിന്ന് 125 ആകുമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. മറുവശത്ത് വളരെ കൃത്യമായി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി. അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു ഉറപ്പ് നൽകുകയാണ്. 100 എന്നുള്ളത് 125 വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വേതനം ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. അങ്ങനെ ലഭിക്കുന്നെങ്കിൽ തൊഴിൽ രഹിത വേതനത്തിന് കൂടി അർഹതയുണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സാധാരണ ജനങ്ങൾക്ക് കുറെ കൂടി ഗുണകരമാകും. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ളതാണ്. അത് മറികടക്കാനാണ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. അതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും നൈപുണ്യ മേഖലയിൽ കൂടുതൽ തൊഴിൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വിശദമായ ചർച്ചകൾ തന്നെയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. അമ്പിളി, ശരി, പുതിയ തൊഴിലുറപ്പ് ബില്ല് ലോക്സഭ പരിഗണിക്കുകയാണ്. ഇപ്പോഴും ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ബില്ലിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. നിയന്ത്രിത ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ബില്ലാണ് സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബിൽ. തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ പ്രചാരം നേടിയ കോൺഗ്രസിന്റെ പാരഡി ഗാനത്തിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ശരണമന്ത്രത്തെ അപമാനിക്കും വിധം മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയതിനാണ് കേസ്. ഗാനരചയിതാവും ഗായകനും പ്രതികളാണ്. പാട്ട് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ആരോപിച്ച് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, മതവികാരമുണ്ടാക്കി അല്ലെങ്കിൽ മതവിദ്വേഷം നടത്തി എന്നുള്ളതാണ്, മതത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതായിരുന്നു CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം അത് വലിയ രീതിയിൽ വിവാദമാവുകയാണ്. ഇപ്പോൾ അത് കേസെടുത്തിരിക്കുകയാണ് ആ ഗാനത്തിനെതിരെ. അതായത് അയ്യപ്പ ഭക്തരെയും മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവാഭരണ സംരക്ഷണ സമിതി നൽകിയ പരാതി ADGPക്ക് കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SP നൽകിയ റിപ്പോർട്ടിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ഈ ഗാനം എഴുതിയ വ്യക്തി, പാട്ട് പാടിയ വ്യക്തി, ഒപ്പം തന്നെയും ഈ പാട്ടിന് സംഗീതം നൽകിയ വ്യക്തിയും ഈ ആൽബം നിർമ്മിച്ച നിർമ്മാതാവ്, ഇങ്ങനെ ഈ 4 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ ഗാനം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത് വിവാദമായി മാറുകയാണ്. അതേസമയം CPM ഇതിനെതിരെ വീണ്ടും പ്രത്യേകിച്ച് CPM ഒരു പരാതി നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അയ്യപ്പ മതവികാരത്തെ വ്രണപ്പെടുത്തി, ഭക്തരുടെ വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ ഗാനം എന്ന രീതിയിലാണ് ആരോപണവുമായി പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് ഒപ്പം തന്നെയും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് CPM ആരോപിക്കുകയാണ്. അതായത് ഒരു പ്രചാരണത്തിന് ഒരിക്കൽ പോലും ഒരു മതമോ വിശ്വാസമോ ഒപ്പം തന്നെ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെ ഈ പ്രചാരണ ഗാനത്തിലുടനീളം തന്നെയും ശരണമന്ത്രവും ഒപ്പം തന്നെ അയ്യപ്പന്റെ പേരും ഒക്കെ തന്നെ പ്രചാരണ വിഷയമായി ഉയർത്തിക്കാട്ടി എന്നാണ് CPM ആരോപിക്കുന്നത്. നാളെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാട്ടിനെതിരെ, പാരഡി ഗാനത്തിനെതിരെ CPMന്റെ ഈ ഒരു നിലപാട് വലിയ രീതിയിൽ പരിഹസിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം എപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് CPM. ആ CPM തന്നെ വെറും ഒരു പാരഡി ഗാനത്തിനെതിരെ കേസുമായി രംഗത്ത് പോകുമ്പോൾ ഇത് ആ പാരഡി ഗാനത്തെക്കാൾ വലിയൊരു കോമഡി എന്ന രീതിയിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം മുമ്പ് പല സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മാണിക്യമലരെ എന്ന് പറയുന്ന ഒരു പാട്ട്, സിനിമാ പാട്ട്, ഈ പാട്ടിനെതിരെ ഇത് പ്രവാചക നിന്നയാണെന്ന് കാട്ടി കേസുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ ആ പാട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് കുറിപ്പിട്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി. അങ്ങനെ ഈ മുഖ്യമന്ത്രി പോലും അങ്ങനെ എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് നിലപാടെടുക്കുമ്പോൾ ഇത് വെറും ഒരു പാരഡി ഗാനമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച. ഇതിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് എന്ന് കാട്ടിയാണ് കോൺഗ്രസ് രംഗത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ പാട്ട് വിവാദമായതും ഈ കേസും ഒക്കെ സജീവമായി നിലനിർത്തി മറ്റൊരു പ്രചാരണ വിഷയമാക്കാനാണ് UDF ആലോചിച്ചിരിക്കുന്നത്. അതേസമയം CPM ആകട്ടെ ഇത് ശബരിമല അയ്യപ്പ ഭക്തരുടെ മതവികാരത്തെ
മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു പ്രചാരണമാക്കി നിലനിർത്താൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും വിവാദം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ മൗനം ഏറ്റവും ശ്രദ്ധേയമാണ്. BJP ഇതേവരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അമ്പിളി. ശരി, പാരഡി ഗാനത്തിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. നാളെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തിയോ, ഈ കേസ് നിയമപരമായി നിലനിൽക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്ലി ഡിസൂസ. പാരഡി ഗാന വിവാദത്തിൽ CPMനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പന്റെ സ്വർണം കവർന്നതിലല്ല, പാരഡി പാടിയതിലാണ് CPMന് വേദനയെന്ന് VD സതീശൻ. ഇതേ CPM പണ്ട് കരുണാകരനെ കുറിച്ച് പാരഡി ഉണ്ടാക്കിയിട്ടുള്ളത് കൂടി ഓർക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിൻ്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ് ഇത്? BJPക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പോൾ ഇത്രയും നൊന്തത്? അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. എന്തായാലും പാരഡി ഗാനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുമ്പോൾ, രാഷ്ട്രീയ പോര് ശക്തമാകുമ്പോൾ മറ്റ് പ്രതികരണങ്ങൾ കൂടി നോക്കാം. ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. ഇന്നലെ വരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക, എന്നിട്ട് ഒരു പാട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് പോലീസിലോട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥ അത് അങ്ങേയറ്റം ദയനീയമാണ്, സഹതാപം അർഹിക്കുന്നതാണ്. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടില്ലാത്ത കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനനുകൂലമാണ്. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ്. അതൊക്കെ പരാതിപ്പെടുന്നവരുടെ ഇത് മുമ്പ് എങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാതിപ്പെടാം. മുമ്പ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഹ്യൂമർസായിട്ട് കണ്ടാൽ മതി, എത്ര ഉള്ളൂ. അതന്നെ പാരഡിയൊക്കെ കുറേ ആയിട്ടുള്ളതല്ലേ, രീതി കണ്ടാൽ മതി. ടോപ് 10 തുടരുന്നു. VC നിയമനത്തിൽ സർക്കാർ ഗവർണർ പോരിന് അവസാനം. കേരള സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. VC-ആയി തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും പഴയ കാര്യങ്ങളൊന്നും നിലവിൽ ഓർക്കുന്നില്ലെന്നും സിസ തോമസ് പ്രതികരിച്ചു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും സിസ തോമസ് വ്യക്തമാക്കി. ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഡോക്ടർ സജി ഗോപിനാഥിനെ നിയമിക്കാനും ഗവർണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയതോടെ ഏറെക്കാലമായില്ല സർക്കാർ ഗവർണർ പോരിനാണ് അവസാനമാകുന്നത്. ഇന്നലെയാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ VC-മാരുടെ കാര്യത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയത്. VC-മാരെ നിയമിക്കുന്നതിൽ ഇരുകൂട്ടരും തീരുമാനത്തിലെത്താത്തതിനാൽ സുപ്രീം കോടതി നേരിട്ട് നിയമന നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത നീക്കം. തുടർന്ന് സമവായക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച ശേഷമാണ് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-ആയും സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC-ആയും നിയമിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയത്. സർക്കാരിന് അനഭിമതയായ സിസ തോമസിനെ VC-ആക്കാൻ പാടില്ലെന്ന നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് AGയുടെ അന്വേഷണം നടക്കുന്നതിന്റെ വെളിച്ചത്തിൽ സജി ഗോപിനാഥിനെ വീണ്ടും VC-ആക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ നിന്ന് ഗവർണറും അയഞ്ഞു. സർവകലാശാലയിലെത്തിയ പുതിയ VC-ആയ സിസ തോമസിനെ ഹാർദമായാണ് സഹപ്രവർത്തകർ സ്വീകരിച്ചത്. സർക്കാരുമായി സഹകരിച്ച് അപാകതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിസ തോമസ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മോളിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ. ഇതെല്ലാം ചെയ്യുന്നത് ഒരു ചർച്ചയിലൂടെ എല്ലാവരുമായിട്ട്, ഇതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ അത് ആ വക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുള്ളൂ. എന്തായാലും NIRF റാങ്കിങ്ങിന് പോകണം. അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. സമവായത്തിലെത്തിയത് VC നിയമനത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കാനാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. അനന്തമായി അനിശ്ചിതാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ, നല്ല പ്രകടനങ്ങൾ, അതിന് തുടർന്നും സാധ്യത ഉണ്ടാകണം. 4 വർഷത്തേക്കോ 65 വയസ്സ് തികയുന്നതുവരെയോ ആണ് VC നിയമനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VC നിയമനത്തിൽ ഗവർണറും സർക്കാരും ധാരണയായതോടെ ബാക്കിയാകുന്ന ഒരു ചോദ്യം ഇതാണ്:
ഇത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാരും ലോക് ഭവനും ഒക്കെ പണവും സമയവും ഒക്കെ പാഴാക്കിയത്? സുപ്രീംകോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഫീസ് ഇതുവരെ 31 ലക്ഷം രൂപയാണ്. ഇരു കൂട്ടരുടെ അഭിഭാഷകർക്കായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചിലവാക്കിയ ഫീസ് വേറെയും. എന്തായാലും വിഷയത്തിൽ ഇടതുമുന്നണിയുടെ പ്രതികരണമുണ്ട്. സജീവ് ഗോപിനാഥിനെ നിശ്ചയിച്ചത് ഗവർണർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടാണ്. അങ്ങനെ എടുക്കരുത് ഈ പ്രശ്നം. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയും വളരെ ലളിതമായിട്ട് ഈ വിഷയങ്ങളൊന്നും കാണരുത്. കാരണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർവകലാശാലകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. VC നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിലും സമവായം. കേരള രജിസ്ട്രാർ തർക്കത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങി. സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് KS അനിൽകുമാറിനെ സർക്കാർ മാറ്റി. ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ശാസ്താംകോട്ട DB കോളേജിലേക്ക് മാറ്റി നിയമിച്ചു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നത്. സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ പോര് സുപ്രീം കോടതി വരെ എത്തിയ ശേഷമാണ് അതിവേഗത്തിൽ എല്ലാം ഒത്തുതീർപ്പിലെത്തുന്നത്. VC നിയമനത്തിലെ സമവായത്തിന് തൊട്ടു പിന്നാലെ കേരള സർവകലാശാല രജിസ്ട്രാർ തർക്കവും അവസാനിപ്പിച്ചു. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ നിലപാട് നടപ്പാക്കിയ രജിസ്ട്രാർ അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. മാസങ്ങളോളം നീണ്ട കൊടുമ്പിരി കൊണ്ട പ്രതിഷേധത്തിനും സമരങ്ങൾക്കുമാണ് കേരള സർവകലാശാല പിന്നീട് സാക്ഷ്യം വഹിച്ചത്. സസ്പെൻഷനെതിരെ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ച് നിയമപോരാട്ടം തുടർന്നു. താൽക്കാലിക ചുമതലയിൽ വന്ന രജിസ്ട്രാറും സിൻഡിക്കേറ്റും VCയും തമ്മിലെ പോര് ചരിത്രത്തിൽ ഇടം നേടി. മുട്ടുമടക്കാൻ തയ്യാറാകാതെ ഇരുകൂട്ടരും വന്നപ്പോൾ പ്രതിസന്ധി അനിശ്ചിതമായി തുടർന്നു. സസ്പെൻഷൻ കാലയളവിൽ വിലക്ക് മറികടന്ന സർവകലാശാലയിൽ പ്രവേശിക്കാനും നിയമപോരാട്ടം നടത്താനും KS അനിൽകുമാറിന് ശക്തമായ പിൻബലം സർക്കാർ തന്നെയായിരുന്നു. ആ പിന്തുണയിൽ നിന്നാണ് സർക്കാർ ഇപ്പോൾ പിന്നോട്ടു പോയതും ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തിയതും. ശാസ്താംകോട്ട DB കോളേജിൽ നിന്നാണ് ഡെപ്യൂട്ടേഷനിൽ അനിൽകുമാർ രജിസ്ട്രാറായി നിയമിതനായത്. ആ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച സർക്കാർ DB കോളേജിലേക്ക് തന്നെ മാറ്റി നിയമിച്ചു. അനിൽകുമാറിന്റെ ആവശ്യപ്രകാരമാണ് സ്ഥലമാറ്റമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതോടെ കേരള സർവകലാശാലയിൽ മാസങ്ങളോളം നീണ്ട രജിസ്ട്രാർ VC തർക്കമാണ് പര്യവസാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കേസിൽ SIT കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ്. അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 4ാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. SIT ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ശ്രീകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്വർണ്ണക്കവർച്ച കേസിലെ 7ാമത്തെ അറസ്റ്റാണിത്. കേസിലെ 4ാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത് 19ലേക്ക് മാറ്റി. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. എന്നാൽ രേഖകൾ കൈമാറുന്നതിൽ SIT രേഖാമൂലം എതിർപ്പ് അറിയിച്ചു. EDക്ക് രേഖകൾ നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം SITയെ എങ്ങനെയാണ് ബാധിക്കുകയെന്ന് ED അഭിഭാഷകൻ വാദിച്ചു. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെട്ടതെന്നുമാണ് EDയുടെ നിലപാട്. ഹർജിയിൽ EDയുടെയും SITയുടെയും വാദം പൂർത്തിയായതോടെയാണ് കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച വിധി പറയുക. കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യ ഹർജിയും നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കുകയാണ്. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച SIT രമേശ് ചെന്നിത്തല നൽകിയ രേഖകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ വിദേശ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. 500 കോടിയിലേറെ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗുരുതരമായ ആരോപണമായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നത്. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നും വിദേശ വ്യവസായിയിൽ നിന്നും തനിക്ക് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ചെന്നിത്തലയുടെ വാദം.
തുടർന്ന് രേഖകളും വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറുകയും മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT അന്വേഷണം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് വിദേശ വ്യവസായിയിൽ നിന്നും SIT വിവരങ്ങൾ തേടിയത്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഫോണിലൂടെ മുഴുവൻ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞത്. ഈ വിവരങ്ങളുടെ ആധികാരികത കണ്ടെത്തിയ ശേഷം വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് SIT കടക്കും. രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരങ്ങൾ പൂർണ്ണമായും ശരിവയ്ക്കുന്ന രീതിയിൽ വ്യവസായിയിൽ നിന്നും വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. 500 കോടിയിലേറെ സാമ്പത്തിക ഇടപാട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിയും ഇഡിയും നേർക്കുനേർ. രാഷ്ട്രീയ വേട്ടയാടലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മസാല ബോണ്ടിലെ ED നോട്ടീസിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നോട്ടീസ് ചട്ടവിരുദ്ധമെന്ന ആരോപണം. കിഫ്ബിയുടെ ഹർജിയിൽ നോട്ടീസ് നടപടി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഹർജി. അതിനിടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ED ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയതും നിർണായകമായി. മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചതിനെതിരെ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയ നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനാണ് അപ്പീൽ നൽകിയത്. കിഫ്ബി നൽകിയ ഹർജിയിൽ സ്റ്റേ വന്നതോടെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. EDയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചട്ടവിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിൽ നിന്നും 461 കോടി രൂപ വസ്തു വാങ്ങാൻ ഉപയോഗിച്ചെന്നാണ് EDയുടെ ആരോപണം. സർക്കാർ ഭൂമിയിൽ വികസന പ്രവർത്തനം നടത്തേണ്ടതിന് പകരം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പണം നൽകിയെന്നാണ് EDയുടെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ED മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും നോട്ടീസ് നൽകിയത്. നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചട്ടവിരുദ്ധമാണെന്നും അധികാരപരിധി മറികടന്നുള്ളതാണെന്നും ED ഡിവിഷൻ ബെഞ്ചിൽ ആരോപിക്കുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ് കിഫ്ബി കാണിച്ചിട്ടുള്ളതെന്നും ED ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ നോട്ടീസ് സ്റ്റേ ചെയ്ത നടപടി നിയമപരമല്ലെന്നാണ് ED ഡിവിഷൻ ബെഞ്ചിൽ വാദിക്കുന്നത്. മുഖ്യമന്ത്രി നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പിന്നീട് പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടികൾ സർക്കാർ ഉടൻ പൂർത്തിയാക്കും. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. വിചാരണ കോടതി വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ലഭിച്ച ശേഷമായിരിക്കും അപ്പീൽ ഫയൽ ചെയ്യുക. അതിനുള്ളിൽ അപ്പീൽ ചെയ്യാനുള്ള മറ്റ് നടപടികൾ പൂർത്തിയാക്കും. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് നീക്കം. വിധിയിൽ നിരവധി പോരായ്മയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തൽ. അതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. അതിജീവിതയെ അധിക്ഷേപിച്ച് മാർട്ടിൻ സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്ന് നടി ആവശ്യപ്പെട്ടിരുന്നു.